നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം തുടരുന്നതിന് വീണ്ടും ആശങ്കയേറ്റുന്ന വിവരങ്ങളുണ്ട്. നിപ്പ സംശയത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും. നിപ്പ ബാധിച്ചു മരിച്ച 14-കാരൻ ചികിത്സ തേടിയ മലപ്പുറത്തെ ആശുപത്രിയിൽ ഇയാൾ എത്തിയിരുന്നു. മലപ്പുറത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിയിട്ടും പനി കുറയാത്തതിനെ തുടർന്നാണ് സ്രവ സാമ്പിൾ പരിശോധിക്കുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടോ? ഇദ്ദേഹം എന്തിനാണ് മലപ്പുറത്ത് വന്നിരുന്നത്? ഇപ്പോൾ ഈ നിപ്പയുടെ ലക്ഷണങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കാണിക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ വാചകം തന്നെ നമ്മൾ കടമെടുത്താൽ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് തിരുവനന്തപുരത്ത് 4 പേരുടെ ശവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ള കാര്യമാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പ് മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിപ്പ രോഗലക്ഷണങ്ങളോടുകൂടി ആരെങ്കിലും വന്നാൽ അവരെ പരിചരിക്കാനും ശുശ്രൂഷ നൽകാനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ 10-ാം തീയതി മുതൽ 19-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ മലപ്പുറത്ത് ഇപ്പോൾ ഈ നിപ്പ ബാധിച്ച 14 വയസ്സുകാരൻ ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ എത്തിയ ഒരു രോഗിക്ക് ഇപ്പോഴും വിട്ടുമാറാതെ പനി തുടരുന്നത്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്ത് തന്നെ ഇദ്ദേഹവും മലപ്പുറത്ത് ഈ സ്വകാര്യ ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടി വന്നിരുന്നു. അവിടെ അപ്പോൾ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് സമ്പർക്കമുണ്ടായി എന്നുള്ള ആരോഗ്യവകുപ്പിന്റെ പട്ടികയിൽ ഇദ്ദേഹമുണ്ട്. പക്ഷേ മലപ്പുറത്ത് നിന്ന് തിരികെ നാട്ടിലെത്തിയിട്ടും ഇദ്ദേഹത്തിൻ്റെ പനിക്ക് യാതൊരു കുറവുമില്ല, വിട്ടുമാറാത്ത പനിയുണ്ട്. പക്ഷേ അത് നിപ്പ ലക്ഷണമാണ് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ വിട്ടുമാറാതെ പനി തുടരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്രവ സാമ്പിൾ ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പിൾ എടുക്കുമെന്നുള്ള വിവരം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം തിരുവനന്തപുരത്ത് 4 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കുമെന്നാണ്. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. കാരണം ഈ വിട്ടുമാറാത്ത പനി ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ വീട്ടുകാരുടെയൊക്കെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്താൻ, ഒരു നിപ്പ ലക്ഷണങ്ങൾ ഉള്ളൊരു പരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. അല്ലാതെ നിപ്പ സ്ഥിരീകരിക്കുകയോ നിപ്പയുടെ പൂർണ്ണമായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഈ നിപ്പ ബാധിച്ച് ചികിത്സ തേടിയ കുട്ടി, ഇപ്പോൾ മരണപ്പെട്ട കുട്ടി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് തിരുവനന്തപുരം സ്വദേശി ആ ആശുപത്രിയിൽ വന്നത്. അവിടുന്ന് തിരികെ നാട്ടിലേക്ക് വന്നിട്ട് പോലും അദ്ദേഹത്തിന് പനി മാറിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീട്ടുകാർക്കുണ്ടായിട്ടുള്ള ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ വേഗമാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായിട്ട് എടുത്ത് അയക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഐഡന്റിറ്റി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയുകയുമില്ല. തീർച്ചയായും ഒരു സംശയം മാത്രമാണ്. കാരണം ഈ 14-കാരൻ മലപ്പുറത്ത് ആശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിരുന്നതാണ് ഈ തിരുവനന്തപുരം സ്വദേശി. ഇപ്പോൾ അദ്ദേഹത്തിന് പനി വിട്ടുമാറുന്നില്ല. ആ സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ ഒരു ആശങ്ക കണ്ടുകൊണ്ട് സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.